നമുക്ക് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. എല്ലാവരും മാക്സിമം കോപ്പറേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോ മാക്സിമം ആൻസർ ചെയ്യാൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ടർ ആക്ടിവിറ്റി ഈസ് ആൻ ഇൻഡിക്കേറ്റർ ഓഫ് ദി അവൈലബിലിറ്റി ഓഫ് ഡാഷ്. എന്താണ് എന്തിന്റെ അവൈലബിലിറ്റി? ഫ്രീ വാട്ടറിന്റെ അവൈലബിലിറ്റി ആണ് വാട്ടർ ആക്ടിവിറ്റി. അപ്പോ ഫ്രീ വാട്ടർ ആക്ടിവിറ്റി ദ എമൗണ്ട് ഓഫ് വാട്ടർ വിച്ച് റിക്വയർഡ് ഫോർ ദി ഗ്രോത്ത് ഓഫ് മൈക്രോ ഓർഗാനിസം ആണ്. വാട്ടർ ആക്ടിവിറ്റി AW is equal to RH/100, റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ബൈ 100 ആണ്. അതുപോലെ തന്നെ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി വെച്ചാൽ പാർഷ്യൽ പ്രഷർ ഓഫ് എ പർട്ടിക്കുലർ സബ്സ്റ്റൻസ് ബൈ പാർഷ്യൽ പ്രഷർ ഓഫ് പ്യൂർ വാട്ടർ ആണ്. ഓക്കെ, പാർഷ്യൽ പ്രഷർ ഓഫ് എ സബ്സ്റ്റൻസ് ബൈ ഇൻറ്റു 100. ഓക്കെ, അല്ലെങ്കിൽ AW is equal to partial pressure of a substance അല്ലെങ്കിൽ partial pressure of a particular food divided by partial pressure of water, pure water. അതാണ് ഇതിന്റെ ഇക്വേഷൻസ്. ഓക്കെ, അപ്പോ ഇങ്ങനെയൊക്കെ ഇത് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ആ ഒരു വാല്യൂ ഒന്ന് ജസ്റ്റ് ഓർത്ത് വെക്കുക. വാട്ടർ ആക്ടിവിറ്റി 0.6 താഴെയാണെന്നുണ്ടെങ്കിൽ ഒരു മൈക്രോ ഓർഗാനിസത്തിനും വളരാൻ പറ്റില്ല. പിന്നെ വാട്ടർ ആക്ടിവിറ്റിനെ ബേസ് ചെയ്തിട്ട് ഏതൊക്കെ ഓർഗാനിസ് ആണെന്നുള്ളത് നിങ്ങൾ മൈക്രോയിൽ പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ICMR 5 ഫുഡ് ഗ്രൂപ്പ് സിസ്റ്റം, അതിൽ 5th ഗ്രൂപ്പ് ഏതാണ്? ICMR have a 5 food group system. The 5th group is? Any idea? Okay, fats and sugar ആണ് ആൻസർ. അതിൽ ഏതൊക്കെയാണെന്ന് അറിയണ്ടേ? അപ്പൊ ടോട്ടൽ 5 ഗ്രൂപ്പ് ഉണ്ട്. അതിൽ ഫസ്റ്റ് സീരിയൽസ്, ഗ്രെയിൻസ് ആൻഡ് പ്രൊഡക്ട്സ്, പൾസ് ആൻഡ് ലെഗ്യൂംസ് സെക്കൻഡ് വൺ. വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തോട്ടോ, എന്തായാലും ഷെയർ ചെയ്യാം PPT. പിന്നെ തേർഡ് വന്നാൽ മിൽക്ക് ആൻഡ് മിൽക്ക് പ്രൊഡക്ട്സ്, ഫോർത്ത് വെച്ചാൽ ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾസ്, അതുപോലെ തന്നെ ഫാറ്റ്സ് ആൻഡ് ഷുഗർ. ഇതുപോലെ തന്നെ ഈ ICMR കൂടാതെ നമ്മൾ ഈറ്റ് റൈറ്റ് മൂവ്മെന്റിന്റെയും ഒരു ഗ്രേറ്റ് ഇന്ത്യൻ താലി ഉണ്ട്. ഓക്കെ, ഗ്രേറ്റ് ഇന്ത്യൻ താലി എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്, ഇന്ത്യൻ താലി. അതിന്റെ ഓരോ കളറും എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു എന്നുള്ളതും ആ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് ജസ്റ്റ് പഠിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഞാൻ എന്തായാലും ഷെയർ ചെയ്യാം, നോട്ട് ചെയ്ത് വെക്കാം. ഷെയർ ചെയ്യാന്ന് പറഞ്ഞാൽ അതെനിക്ക് ഇത് ഏതൊക്കെയാണെന്ന് ഓർമ്മയുണ്ടാവില്ല. ഗ്രേറ്റ് ഇന്ത്യൻ താലി. ഓക്കെ, എന്തായാലും ഞാൻ അയക്കാം. എന്തായാലും ഇതൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. അതായത് ഏതാണ് 5 സിസ്റ്റം. ഞാൻ സ്പീഡ് പോണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് 80 ക്വസ്റ്റ്യൻസ് ഉണ്ട്. എന്തായാലും 100 എന്തായാലും തീരില്ലെന്ന് എനിക്കറിയാം. 80 ക്വസ്റ്റ്യൻസ് കവർ ചെയ്യാനാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഫോം ഇൻ വിച്ച് ദ വൈറ്റമിൻ D occurs in food of an animal origin is called. വൈറ്റമിൻ D ആനിമൽ ഫുഡിൽ ഏത് ഫോമിലായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. എർഗോ കാൽസിഫർ ആണോ, കോളി കാൽസിഫർ ആണോ, പിന്നെ കോളി കാൽസിഫർ. ആൻസർ ആനിമൽ ഫോമില് കോളി കാൽസിഫറോളും, അതുപോലെ തന്നെ പ്ലാന്റ് ഫോമില് എർഗോ കാൽസിഫറോളും ആണ് കേട്ടോ. പ്ലാന്റില് എർഗോ കാൽസിഫറോൾ. ഓക്കെ, D1 D2. ഓക്കെ, അത് രണ്ടൊന്ന് ഓർത്ത് വെക്കുക. ചിലപ്പോൾ അത് D1 അതുപോലെ തന്നെ D2 അങ്ങനെ കൊടുക്കും. ഓക്കെ, അപ്പോ അതൊന്ന് മനസ്സിലാക്കാം, ഏതാണ് D1 ഏതാണ് D2 എന്നുള്ളത്. അപ്പൊ ആനിമൽ സോഴ്സിൽ കോളി കാൽസിഫറോളും, കോളി എന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ അതിന്റെ കോളിസ്റ്റെറിക് ഫോമിലായിരിക്കും. അതായത് പിന്നെ ലിപ്പിഡ് ആണ് അതിന്റെ ഒരു ബാക്ക് ബോൺ ആയിട്ടുള്ളത്. അത് എപ്പോഴും ആനിമൽ സോഴ്സിലാണ് ആ ഒരു ഫോമിൽ ഉണ്ടാവുക, കൊളസ്ട്രോൾ ആൻഡ് റിലേറ്റഡ് ആയിട്ടുള്ള സംഭവം. എർഗോ കാൽസിഫറോൾ എപ്പോഴും പ്ലാന്റ് ഫോമിലായിരിക്കും. അങ്ങനെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഓക്കെ, പിന്നെ ദ കൊറോഷൻ ദാറ്റ് ഈസ് സീൻ ഇൻ ലാക്വേർഡ് ക്യാൻസ് ഡ്യൂ ടു ആസിഡ് പ്രൊഡക്ട്സ് ലൈക്ക് സിട്രസ് ജ്യൂസ് ഈസ് കോൾഡ്. അതായത് നമ്മുടെ ക്യാനില് സിട്രസ് ജ്യൂസ് ആക്കുമ്പോൾ അതിനുള്ളിൽ കൊറോഷൻ ഉണ്ടാവും. ആ ഒരു കൊറോഷനെ പറയുന്ന വേറെന്താണ്? കണ്ടിട്ടുണ്ടാവും അറിയില്ല. ക്വസ്റ്റ്യൻസ് ന്യൂ ആണ്. കൊറോഷൻ അല്ല, ആനോഡിക് കൊറോഷൻ ആണ് കേട്ടോ. എന്തുകൊണ്ട് ആനോഡിക് കൊറോഷൻ എന്ന് പറയുന്നത്? കാറ്റയോൺസ് ആനോഡുമായിട്ട് ബൈൻഡ് ചെയ്തിട്ട് ഉണ്ടാവുന്ന കൊറോഷൻസ് ആണ്. മനസ്സിലായോ? അതായത് കെമിക്കൽ സബ്സ്റ്റൻസിനെ നെഗറ്റീവ്ലി ചാർജ്ഡ്
അയോൺസ് നെഗറ്റീവ് ഇലക്ട്രോഡിലേക്ക് പോസിറ്റീവ്ലി ചാർജ്ഡ് അയോൺസ് വന്നിട്ട് ബൈൻഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കൊറോഷനാണ് ആനോഡിക് കൊറോഷൻ എന്ന് പറയുന്നത്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല് ഏതൊരു ആസിഡിക് ഫുഡിനാണെങ്കിലും അവിടെ H+ അയോൺസ് ഉണ്ടാവും. ഈ H+ അയോൺസ് ആണ് ഈ ആനോഡിക് കൊറോഷന് കാരണമാവുന്നത്. ഇപ്പൊ മനസ്സിലായോ? അസിഡിക് ഫുഡ് എന്ന് പറഞ്ഞാൽ H+ അയോൺസ് ആയിരിക്കും. അപ്പൊ ഈ H+ അയോൺസ് ആണ് പിന്നെ ആനോഡുമായിട്ട് ബൈൻഡ് ചെയ്തിട്ട് പിന്നെ അത് കൊറോഷന് കാരണം, അതായത് ഏതൊരു മെറ്റലുമായിട്ട് ബൈൻഡ് ചെയ്തിട്ട് അത് കൊറോഷന് കാരണം. അതുകൊണ്ട് തന്നെയാണ് ഈ കൊറോഷൻ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആസിഡ് റെസിസ്റ്റൻസ് ഇനാമൽ AR ഇനാമൽ ഈ ക്യാനിന്റെ ഉള്ളിൽ പ്ലേസ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? സോ നെക്സ്റ്റ് വൺ, പ്രിവെൻഷൻ ഓർ ഡിലേ ഓഫ് സെൽഫ് ഡീകമ്പോസിഷൻ ഓഫ് എ ഫുഡ് ക്യാൻ ബി അച്ചീവ്ഡ് ബൈ സെൽഫ് ഡീകമ്പോസിഷൻ. ബ്ലാഞ്ചിങ്. ഓക്കെ, ആൻസർ ബ്ലാഞ്ചിങ് ആണ്. കാരണം സെൽഫ് ഡീകമ്പോസിഷനിലെ മേജർ റീസൺ എന്താ? എൻസൈമാറ്റിക് റിയാക്ഷൻ ആണ്. ഓക്കെ, എൻസൈമാറ്റിക് ബ്രൗണിങ് മാത്രമല്ല, എൻസൈമാറ്റിക് ഏത് റിയാക്ഷൻസും വരാം. അപ്പോൾ സെൽഫ് ഡീകേ അല്ലെങ്കിൽ സെൽഫ് ഡീകമ്പോസിഷന് കാരണമായിട്ടുള്ള എൻസൈം ഇനാക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ് ബ്ലാഞ്ചിങ്. ഓക്കെ, അപ്പൊ മനസ്സിലാക്കി തന്നെ പഠിക്കുക. ഓക്കെ, ക്ലിയർ അല്ല? So next, which of the following sentence is incorrect with respect to storage temperature? എന്താണ്? Which of the following sentence is incorrect with respect to storage temperature? Enzymatic activity was moderated frozen storage. Respiratory activities was nil at frozen storage. Frozen storage suppress microbial activity. Food poisoning microbes grow below 10 degrees Celsius. Incorrect ആണ് ചോദിച്ചത്. Incorrect. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് എപ്പോഴും. പിന്നെ ഇത് ചോദിക്കാം, മീൻസ് ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. കാരണം ഇതിന്റെ ആൻസർ എൻസൈമാറ്റിക് ആക്ടിവിറ്റി വാസ് മോഡറേറ്റഡ് ഫ്രോസൺ സ്റ്റോറേജ്. അപ്പൊ ശരിക്കും ആൻസർ എന്തായിരിക്കും? എൻസൈം ആക്ടിവിറ്റി ഉണ്ടാവോ ഫ്രോസൺ സ്റ്റോറേജിൽ? ഇല്ലല്ലോ. അപ്പൊ എൻസൈം ആക്ടിവിറ്റി ഈസ് ആബ്സെന്റ് ഇൻ ഫ്രോസൺ സ്റ്റോറേജ്. ഓക്കെ, ഫ്രോസൺ സ്റ്റോറേജിൽ എൻസൈം ആക്ടിവിറ്റി ഉണ്ടാവില്ല. പിന്നെ ഇതിൽ ഏതെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഏതെങ്കിലും സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ പെട്ടെന്ന് പറ. ഫസ്റ്റ് ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ അത് ഞാൻ പറയാതിരിക്കും. ഓക്കെ, ഫുഡ് പോയ്സണിങ് മൈക്രോബ്സ് ഗ്രോ എബോവ് 10 degrees Celsius. കറക്റ്റ് അല്ലേ? ഫുഡ് പോയ്സണിങ് മൈക്രോ ഓർഗാനിസം എപ്പോഴും മീസോഫിലിക് ടെമ്പറേച്ചറിലാണ് ഗ്രോ ചെയ്യുക. ഓക്കെ, മീസോഫിലിക് ടെമ്പറേച്ചറിലാണ് എപ്പോഴും ഗ്രോ ചെയ്യുക. എബോ ആണ്, ബിലോ അല്ലല്ലോ ചോദിച്ചത്. അപ്പോ അത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അല്ലേ? കാരണം എബോ ഇൻ ദ സെൻസ് ലൈക്ക് 10 ഡിഗ്രീന് എബോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഡേഞ്ചർ സോൺ ടെമ്പറേച്ചർ ഉണ്ട്. അപ്പോൾ ഈ ഒരു 10 degree Celsius എബോ എന്ന് പറയുന്നത് എപ്പോഴും ഡേഞ്ചർ സോൺ ടെമ്പറേച്ചറിൽ അല്ലേ പിന്നെ കിടക്കുന്നത്. അതായത് 4 to 40 degrees Celsius അല്ലെങ്കിൽ 4 to 60 degrees Celsius അല്ലെങ്കിൽ 40 to 140 degree Fahrenheit. ഈ ഒരു റേഞ്ചിലായിരിക്കും എല്ലാ ഫുഡ് പോയ്സണിങ് ആയിട്ടുള്ളതും അല്ലെങ്കിൽ പാത്തോജനിക് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസം വളരുക. അപ്പൊ 4 to 60 എന്നുള്ള ആ ഒരു റേഞ്ച് എന്തായാലും എബോ മീൻസ് 4 to 60 എന്ന് പറയുന്നത് ആ ഒരു അതിന്റെ ഇടയിൽ കിടക്കുന്ന ഒരു റേഞ്ച് അല്ല എന്തായാലും. അപ്പൊ 10 ഡിഗ്രീന്റെ അബോ ഉള്ള ടെമ്പറേച്ചർ മീസോഫിലിക് കണ്ടീഷൻ എക്സാക്ട് 10 degree അബോ എന്ന് ഞാൻ പറയില്ല. 10 ഡിഗ്രീന്റെ അബോ ആകുമ്പോൾ അത് ഗ്രോ ചെയ്യും, പോയിസൺ ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസം. പാത്തോജൻസ് സാധാരണ 10 താഴെ ഗ്രോ ചെയ്യില്ല, 10 അബോ ആണ് ഗ്രോ ചെയ്യുക. ഓക്കെ, ക്ലിയർ അല്ലേ? സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അത് ക്ലിയർ ആണല്ലോ? Okay. The process of mild heat treatment given to food to destroy selected microorganism and inactivate enzyme is called mild heat treatment. ആണ് ആൻസർ പാസ്ചറൈസേഷൻ. അധികം എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, എല്ലാവർക്കും അറിയുന്നതാണ്. മൈൽഡ് ഹീറ്റ് ട്രീറ്റ്മെന്റ് ആണ്, ഹൈ ടെമ്പറേച്ചർ അല്ല. ഹൈ ടെമ്പറേച്ചർ ആണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇൻ ഓർഡർ ടു ഡിസ്ട്രോയ് ഓൾ ദി ഓർഗാനിസം, ഈവൻ 12D കൺസെപ്റ്റ് എന്നോ അല്ലെങ്കിൽ ഓൾ പോസിബിൾ വെജിറ്റേറ്റീവ് സെൽസ് അല്ലെങ്കിൽ ഓൾ ഓർഗാനിസം, അങ്ങനെ ഒരു കൺസ്ട്രെയിൻസ് ആണ് ചോദിച്ചെങ്കിൽ ഇറ്റ് വിൽ ബി സ്റ്റെറിലൈസേഷൻ. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്രയോജനിക് ഫ്രീസിംഗ് liquid nitrogen temperature is. In cryogenic freezing, the liquid nitrogen temperature എത്രയായിരിക്കും?
ഓക്കെ -195 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. കാരണം -190 ഡിഗ്രി സെൽഷ്യസ് താഴെ ഒരു ടെമ്പറേച്ചർ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സോ അബ്സല്യൂട്ട് 0 ടെമ്പറേച്ചറിനോ അല്ലെങ്കിൽ -195 ഡിഗ്രി സെൽഷ്യസിനോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ബോത്ത് വിൽ ബി കറക്റ്റ്. ഓക്കെ, സോ ദ നെക്സ്റ്റ് വൺ, in canning the large fish, the procedure when gut and head is removed is called. In canning large fish, the procedure of when the gut and the head is removed. അതായത് കാനിങ്ങിന്റെ സമയത്ത് നമ്മൾ ഫിഷിന്റെ ഗട്ടും ഹെഡും റിമൂവ് ചെയ്യുന്നതിന്റെ പ്രോസസ്, അതിന്റെ പേരെന്താ? നോബിങ്. നിങ്ങൾ വെറ്റിനറി പഠിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. ഓക്കെ, നോബിങ് എന്ന് വെച്ചാൽ നമ്മുടെ ഹെഡിന്റെ ഒരു ഫിഷ് എടുത്തു കഴിഞ്ഞാല് ഫിഷ് എങ്ങനെയായിരിക്കും? ഓക്കെ, ഫിഷ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഹെഡ് പോർഷൻസ് ഉണ്ടാവല്ലോ, ആ ഹെഡ് പോർഷൻസും അതിന്റെ ഗട്ടും ആ പോർഷൻ ഇങ്ങനെ റിമൂവ് ചെയ്യുന്നതിന്റെ ഒരു പ്രോസസ് ഉണ്ട്, അതിനെയാണ് നോബിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ വലിച്ച് എടുക്കുന്നത്. അപ്പോ അതിന്റെ ഉള്ളിലത്തെ പോർഷൻ റിമൂവ് ചെയ്യല്ല, ആ ഒരു പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്ത് കളയും, അതിനെയാണ് നോബിങ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ്, ആസ് പെർ FSI ഗൈഡ്ലൈൻസ് of ICMR or NAN, the percentage of energy derived from cereals and nutraceuticals for an adult on 200 kilocalorie diet is called. അതായത് നമ്മുടെ ICMRന്റെ റെഗുലേഷൻ പ്രകാരം സീരിയൽസിൽ നിന്ന് ടോട്ടൽ എനർജിയുടെ എത്ര പെർസെന്റേജ് നമുക്ക് കിട്ടും. അതായത് നമ്മളെ പിന്നെ നേരത്തെ പറഞ്ഞു ICMRന്റെ ആ ഒരു 5 കാറ്റഗറീസ് ഓഫ് ഫുഡ് ഉണ്ട് അല്ലെ, അതിൽ സീരിയൽസ് ടോട്ടൽ എനർജിയുടെ എത്ര പെർസെന്റേജ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്? സീരിയൽസ് എത്ര? 70% ഇല്ല, 45% ആണ് കേട്ടോ. 70% വരില്ല. ഓക്കെ, ഇറ്റ്സ് ഓൺലി 45%, 70% വരില്ല. അപ്പൊ അതൊന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, എല്ലാവരും അത് 75% എന്ന് പറഞ്ഞ് തെറ്റിക്കും. ഓക്കെ, ഈ ആദ്യത്തെ പിന്നെ ഇങ്ങോട്ടേക്കുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ, ഈ ക്വസ്റ്റ്യൻസ് മൊത്തം ഞാനിപ്പോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തൊട്ടിട്ട് 35th ക്വസ്റ്റ്യൻ വരെ ഉള്ളത് CFSOന്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. CFSOന്റെ ക്വസ്റ്റ്യൻസ് ഈവൻ ഐ ഹാവ് ഓൾസോ അറ്റൻഡ്, ആൻഡ് ഞാനും ഒന്നത് 70 ആണ് കൊടുത്തത്. ആൻസർ തെറ്റാണ്, 45 ആണ് ആൻസർ. ഓക്കെ, അപ്പൊ അതൊന്ന് ഓർത്ത് വെക്കുക. ന്യൂട്രീഷണൽ ബയോകെമിസ്ട്രിയുടെ പാർട്ടായിട്ടെങ്കിലും ചിലപ്പോൾ അത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ദെൻ ദ ടേം റാഡപ്പറ്റൈസേഷൻ മീൻസ് എല്ലാവർക്കും അറിയും, ഞാൻ അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. എന്താണ്? ഇന്നലെ കൂടെ പറഞ്ഞത്. വാട്ട് ഈസ് റാഡപ്പറ്റൈസേഷൻ? റേഡിയേഷൻ സ്റ്റെറിലൈസേഷൻ ആണ്, പാസ്റ്ററൈസേഷൻ അല്ല, സ്റ്റെറിലൈസേഷൻ ആണ്. റാഡറൈസേഷൻ ആണ് പാസ്റ്ററൈസേഷൻ ഈക്വൽ. റാഡപ്പറ്റൈസേഷൻ സ്റ്റെറിലൈസേഷൻ ഈക്വലന്റ് ആണ് കേട്ടോ. ഈക്വൽ അല്ല, ഇക്വലന്റ് ആണ്. ഓക്കെ, സോ സ്റ്റെറിലൈസേഷൻ ആണ് ആൻസർ. ഓക്കെ, അതുകൊണ്ട് തന്നെ എടുത്തു ചാടി ആൻസർ ചെയ്യരുത്. യു ഹാവ് ടു ബി കെയർഫുൾ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സോ ദ ഫ്രീസിംഗ് പോയിന്റ് ഓഫ് നോർമൽ വാട്ടറിന്റെ ഫ്രീസിംഗ് പോയിന്റ് എത്രയായിരിക്കും? ഓക്കെ, 0 ആണ് നോർമൽ വാട്ടറിന്റെ ഫ്രീസിംഗ് പോയിന്റ്. വാട്ടറിന്റെ മാക്സിമം ഡെൻസിറ്റി ഉണ്ടാവുന്നത് 4 ഡിഗ്രി സെൽഷ്യസിലാണ്. ലീസ്റ്റ് ഡെൻസിറ്റി ഉണ്ടാവുന്നത് 0 ഡിഗ്രി സെൽഷ്യസിലാണ്. അതിന് താഴേക്ക് പോകുമ്പോഴും ഡെൻസിറ്റിയിൽ വലിയ വേരിയേഷൻ ഉണ്ടാവില്ല. പ്രഷറൈസ്ഡ് വാട്ടറിന് ഡെൻസിറ്റി വളരെ കൂടുതലായിരിക്കും. വാട്ടറിന് ഏറ്റവും കൂടുതൽ ഡെൻസിറ്റി എന്നത് 4 ഡിഗ്രിയിലായിരിക്കും. പിന്നെ ട്രിപ്പിൾ പോയിന്റ് ചോദിക്കുമ്പോൾ പ്രഷറും ടെമ്പറേച്ചറും രണ്ടും കമ്പൈൻഡ് ആയിട്ടുള്ളൊരു കണ്ടീഷൻസ് തന്നെ പഠിക്കണം. ഞാൻ നിങ്ങൾക്ക് ലയോഫിലൈസേഷനിൽ അതിന്റെ ഒരു കണ്ടീഷൻ കൊടുത്തിട്ടുണ്ട്. എക്സാക്ട് ഓർമ്മയില്ല, എന്നുള്ളതൊന്ന് ഓർത്ത് വെക്കുക. വാട്ടറിന് റിലേറ്റഡ് ആയിട്ടുള്ള. പിന്നെ പ്യുവർ വാട്ടറിന്റെ വാട്ടർ ആക്ടിവിറ്റി 1 ആണ്, അതൊന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, പ്യുവർ വാട്ടറിന്റെ വാട്ടർ ആക്ടിവിറ്റി 1 ആയിരിക്കും. ഓക്കെ, പിന്നെ ഫ്രീസിംഗ് പോയിന്റ് ഓഫ് ഫുഡ് പ്രൊഡക്റ്റ് ഷുഡ് ബി ഓൾവേസ് ലെസ് ദാൻ എത്രയായിരിക്കും? 0 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും എനി ഫുഡ്. ബിക്കോസ് എന്തുകൊണ്ടാ? when solute concentration increases freezing point getting reduces. ഞാൻ കുറച്ച് പ്രൊഡക്റ്റിന്റെ ഫ്രീസിംഗ് പോയിന്റ് നിങ്ങൾക്ക് ഫ്രീസിംഗിന്റെ ടൈമിൽ പറഞ്ഞിട്ടുണ്ട്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. മിൽക്കിൻ്റെത്, അതുപോലെ തന്നെ കുറച്ച് മീറ്റിന്റെ ഫ്രീസിംഗ് പോയിന്റ് ഒക്കെ ഞാൻ തന്നിട്ടുണ്ട്. അതൊന്ന് വാല്യൂ പഠിക്കാട്ടോ, മറക്കരുത്. പിന്നെ നെക്സ്റ്റ്, ദ ഫേസ് വേർ there is no growth or even lag phase, a decline in the number. both അതുപോലെ തന്നെ decline in number. There is no growth or even decline in organism. ഗ്രോത്തും ഉണ്ടാവില്ല. voice cut down, sir.
adjustment. Okay, initial phase of adjustment exactly for late lag phase of late lag phase. Lag phase ലും ആ ഒരു ഇനീഷ്യൽ ഗ്രോത്ത് ഉണ്ടാവില്ല, ആ ഒരു എൻവയോൺമെന്റ് അഡ്ജസ്റ്റ്മെന്റ് ആയിട്ട് പിന്നെ റാപ്പിഡ് ഗ്രോത്ത് നടക്കുക. ഓക്കെ, ഓക്കെ ഓക്കെ ഇപ്പൊ ക്ലിയർ ആണോ വോയിസ്? ഹലോ? Yes, sir. Lag base number കുറയോ sir? Even no. ഈവൻ എൻവയോൺമെന്റിൽ വളരാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ ഓരോ ഓർഗാനിസത്തിന് ഗ്രോത്ത് കർവ് ഡിഫറെന്റ് ആയിരിക്കും. ചില ഓർഗാനിസത്തിന് ആ ഒരു ഫേസിൽ വളരാൻ പറ്റില്ല. അപ്പൊ ആ ഒരു കേസസിൽ എന്ത് സംഭവിക്കുന്ന വെച്ച് കഴിഞ്ഞാല് പിന്നെ ചില ഓർഗാനിസത്തിന് വളരാൻ പറ്റാതെ ചിലപ്പോൾ അത് ഡിസ്ട്രോയ് ആവാൻ ചാൻസസ് ഉണ്ട്. അതുകൊണ്ടാണ് ഓർ ഈവൻ ഡിക്ലൈൻ ഇൻ ദ നമ്പർ ഓഫ് ഓർഗാനിസം എന്ന് പറഞ്ഞത്. ഓക്കെ ഓക്കെ, അതിന്റെ ആൻസർ നേച്ചർ ഓഫ്. Okay, okay, fine. Okay, so packaging material which is commonly used for retail packaging. Laminate. High impact polystyrene. High impact polystyrene. Okay, high impact polystyrene. Correct ആണ്, high impact polystyrene ആണ് അതിന്റെ ആൻസർ. അതായത് ഐസ്ക്രീമിന് വേണ്ടി സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്നത് പോളിസ്റ്റൈറിൻ ആയിരിക്കും. പിന്നെ എന്തുകൊണ്ട് ഹൈ ഇമ്പാക്ട് പോളിസ്റ്റൈറിൻ യൂസ് ചെയ്യുന്ന വെച്ചാൽ ഫ്രീസ് റെസിസ്റ്റന്റ് ആണ് ഹൈ ഇമ്പാക്ട് പോളിസ്റ്റൈറിൻ. ഓക്കെ, ഫ്രീസ് റെസിസ്റ്റന്റ് ആണ് ഹൈ ഇമ്പാക്ട് പോളിസ്റ്റൈറിൻ. ഓക്കെ, നെക്സ്റ്റ് വൺ സക്കറോലൈറ്റിക് ബാക്ടീരിയ ഹൈഡ്രോളിസിസ് പോളിസാക്കറൈഡ് ടു. പോളിസാക്കറൈഡിന് സക്കറോലൈറ്റിക് ബാക്ടീരിയ എന്തായിട്ടാണ് കൺവേർട്ട് ചെയ്യുക? നമ്മളിത് ഫുഡ് അഡിക്റ്റീവ്സിന്റെ പോർഷൻസ് എടുക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തിലേക്കാണ്? ഗ്ലൂക്കോസ് ആയിട്ടാണ് കൺവേർട്ട് ചെയ്യുക. ഓക്കെ, പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബൈ വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രോസസ് ഫ്രൂട്ട് ബ്രൗണിംഗ് ക്യാൻ ബി പ്രിവെന്റഡ്? ഫ്രൂട്ട് ബ്രൗണിംഗ് പ്രിവെന്റ് ചെയ്യാൻ ഇതിൽ ഏത് പ്രോസസ് ആണ് യൂസ് ചെയ്യുക? ഇതിൽ ബ്ലാഞ്ചിങ് ഓപ്ഷൻ ഇല്ല, അപ്പം ഇതിൽ ഏതാ ഉപയോഗിക്കുക? ലൈറ്റ് പീലിംഗ്. ബ്ലാഞ്ച് ഇത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി സൾഫൈഡ് ട്രീറ്റ്മെന്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, സൾഫൈഡ് ട്രീറ്റ്മെന്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുക. പിന്നെ എന്തിനു വേണ്ടിയിട്ട്? ബ്രൗണിംഗ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി സൾഫൈഡ് ട്രീറ്റ്മെന്റ് യൂസ് ചെയ്യുക. സൾഫൈഡിന് നമുക്കറിയാം ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ പ്രിവെന്റിങ് എൻസൈമാറ്റിക് ബ്രൗണിങ്, അതുപോലെ തന്നെ നോൺ എൻസൈമാറ്റിക് ബ്രൗണിങ്. ഇതിന് രണ്ട് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? സൾഫൈഡ് ട്രീറ്റ്മെന്റ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ രണ്ടും നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, നെക്സ്റ്റ്, ലാക്ടോസ് യൂസ്ഡ് ഇൻ കാൻസ് ഫോർ സൾഫർ കണ്ടെയ്നിങ് വെജിറ്റബിൾസ് ആൻഡ് മീറ്റീസ്. സൾഫർ കണ്ടെയ്നിങ് വെജിറ്റബിൾസും മീറ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഏത് ലാക്വർ യൂസ് ചെയ്യാം? അതിൽ സൾഫർ റെസിസ്റ്റന്റ് ഇനാമൽ ആണ്. അതിന്റെ മെറ്റീരിയൽ ഏതാണ്? സൾഫർ റെസിസ്റ്റന്റ് ഇനാമൽ ഇസ് മെയ്ഡ് അപ്പ് ഓഫ് വാട്ട്? എന്താ ഏതാ ആൻസർ? ഫിനോളിക് റെസിൻ ആണ്. ഫിനോളിക് റെസിൻ ആണ് സൾഫർ റെസിസ്റ്റന്റ് ഇനാമൽ. ഓക്കെ, വേറെ മെറ്റീരിയൽസ് ഉണ്ട്, വേറെ ഒരുപാട് മെറ്റീരിയൽസ് യൂസ് ചെയ്യാറുണ്ട്. അതിൽ ഫിനോളിക് റെസിൻ അക്കോർഡിംഗ് ടു ഓപ്ഷൻ പ്രകാരം ഫിനോളിക് റെസിൻ ആണ് അതിന്റെ ആൻസർ. ഓക്കെ, അത് നോട്ട് ചെയ്ത് വെക്കുക. സൾഫർ റെസിസ്റ്റന്റ് ഇനാമൽ ആണ് ഓർ SR ഇനാമൽ. ഓക്കെ, ഇനാമലും ലാക്വറും എന്താ വ്യത്യാസം? ലാക്വേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഈ അസിഡിക് ആയിട്ടുള്ള മെറ്റീരിയൽസിന് സാധാരണ അക്രിലിക് ലാക്വേഴ്സ് ഒക്കെ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോ ഈ ലാക്വർ മെറ്റീരിയൽസ് സാധാരണയായിട്ട് ഇവിടെ കോലാമിനേഷൻ ചെയ്തിട്ടാണ് യൂസ് ചെയ്യുക. ഇനാമൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സർഫസിൽ കോട്ട് ചെയ്തിട്ടാണ് യൂസ് ചെയ്യുക. അതാണ് രണ്ടും തമ്മിൽ വ്യത്യാസം. നെക്സ്റ്റ് വൺ ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദീസ് ആർ ഗ്ലാസ് കണ്ടെയ്നർ ക്ലോഷർ ടൈപ്പ്? അതിൽ ഓപ്ഷൻസ് ലഗ് ക്യാപ്പ്, റോൾ ഓൺ ക്യാപ്പ്, കണ്ടിന്യൂസ് ത്രെഡ് ക്ലോഷർ ആൻഡ് ടീ ക്ലോഷർ. വിച്ച് ഓഫ് ദീസ് ആർ ഗ്ലാസ് കണ്ടെയ്നർ ക്ലോഷർ? നിങ്ങൾക്കറിയാം ഗ്ലാസ് കണ്ടെയ്നറിന്റെ സാധാരണ
ക്ലോഷർ, അതിന്റെ അടപ്പ് എന്തുകൊണ്ട് ഉണ്ടാക്കിയിരിക്കും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, എന്തുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത്, ഏതൊക്കെയാണ്? സോറി, ഞാൻ ആൻസർ കൊടുത്തിട്ടുണ്ടല്ലോ. ഓക്കെ, ഇതിൽ എല്ലാം വരും. ലെഗ് ക്യാപ്സ് ഉണ്ടാവും, റോൾ ഓൺ ക്യാപ്സ് ഉണ്ടാവും, കണ്ടിന്യൂസ് ത്രെഡ് ടൈപ്പ് ക്ലാഷർ ഉണ്ടാവും, അതുപോലെ തന്നെ ടി ടൈപ്പ് ക്ലോഷേഴ്സ് ഉണ്ടാവും. ഇതെല്ലാം വരും കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ഫാക്ടേഴ്സ് വിച്ച് ആർ ഇന്റേണൽ കൊറോഷൻസ് ഓഫ് ഫാക്ടേഴ്സ് അഫക്ട് ഇന്റേണൽ കൊറോഷൻസ് ഓഫ് ക്യാൻസ്. ഏതൊക്കെയാ? ആൻസേഴ്സ് വരുന്നത് ഓൾ ഓഫ് ദ ഓപ്ഷൻസ് ആണ്. അതായത് ഇന്റേണൽ കൊറോഷൻ ഓഫ് എ ക്യാൻ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? ഫസ്റ്റ് ഒന്ന് ലാക്വർ കോട്ടിംഗ്. ലാക്വർ കോട്ടിങ്സ് കൊറോഷൻ പ്രിവെന്റ് ചെയ്യാൻ ഉപയോഗിക്കും. അത് പോസിറ്റീവ് ഫാക്ടേഴ്സ് ആണ്. ആൻഡോസയാനിൻ ഇതുപോലെ തന്നെ ആൻഡോസയാനിനും പിന്നെ ഒരു അസിഡിക് നേച്ചർ ആണ് ആൻഡോസയാനിൻ. അതുകൊണ്ട് തന്നെ ആൻഡോസയാനിൻ അല്ലെങ്കിൽ എല്ലാ കരോട്ടിനോയിഡും സ്ലൈറ്റ്ലി അസിഡിക് നേച്ചർ ആണ്. അപ്പൊ ഈ ആൻഡോസയാനിൻ ഈ പിന്നെ മെറ്റൽസുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് കൊറോഷൻസ് ക്രിയേറ്റ് ചെയ്യും. അതുപോലെ തന്നെ ടെമ്പറേച്ചർ കൂടുന്തോറും റേറ്റ് ഓഫ് കൊറോഷൻ ഇൻക്രീസ് ആയിരിക്കും. ഓക്കെ, ഹൈ ടെമ്പറേച്ചറിൽ കൊറോഷന്റെ റേറ്റ് കൂടുതലായിരിക്കും. അതുപോലെ തന്നെ അസിഡിക് ഫുഡ്, ആസിഡ് റെസിസ്റ്റന്റ് ആയിട്ട് ക്യാൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്നാൽ പോലും അസിഡിക് ഫുഡ് ആ കൊറോഷന്റെ ഏതെങ്കിലും ഒരു പോർഷനിൽ പ്രോപ്പർ ആയിട്ട് ക്യാന്റെ ഏതെങ്കിലും ഒരു പോർഷനിൽ പ്രോപ്പർ ആയിട്ട് കോട്ടിങ് കൊടുത്തില്ലെങ്കിൽ അതുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് പിന്നെ എന്ത് സംഭവിക്കും? അതുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് കൊറോഷൻ ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഈ എല്ലാ ഫാക്ടേഴ്സും അതിനെ അഫക്ട് ചെയ്യും. ഓക്കെ, ഓൾ ഓഫ് ദ അബോവ് ആണ് ആൻസേഴ്സ്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇതിൽ? എന്തെങ്കിലും പറയാട്ടോ. ഇല്ല സർ. ഓക്കെ, നെക്സ്റ്റ് then inhibition or slowing of growth of microorganism can be achieved by inhibition or slowing of microorganism. ഇത് മൈക്രോഓർഗാനിസത്തിന്റെ ഗ്രോത്തിനെ ഇൻഹിബിറ്റ് ചെയ്യുക അല്ലെങ്കിൽ സ്ലോയിങ് അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? ഇത് ഫുഡ് പ്രിസർവേഷനിൽ വരുന്ന പോർഷൻ ആണ്. ഫുഡ് പ്രിസർവേഷൻ 1, 2, 3 are correct. 1, 2, 3. 1, 2, 3. 1, 2, 3. 1, 2, 3 ആണ് കറക്റ്റ് ആൻസർ. ഫസ്റ്റ് ഫ്രീസിങ്. ഫ്രീസിങ്ങിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇൻഹിബിഷൻ ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ഓപ്ഷൻ വാക്വം ഡ്രൈയിങ്. വാക്വം ഡ്രൈയിങ് ചെയ്താലും എന്ത് സംഭവിക്കും? വാട്ടർ ആക്ടിവിറ്റി കുറയും. ഓക്കെ, വാട്ടർ ആക്ടിവിറ്റി കുറയും. ഫ്രീസിങ്ങിലും വാട്ടർ ആക്ടിവിറ്റി കുറയുകയും ചെയ്യുക. അതായത് ഐസ് ക്രിസ്റ്റൽസ് ഉണ്ടാകുമ്പോൾ ഫ്രീ വാട്ടർ അവൈലബിൾ ആയിരിക്കില്ല. പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്താൽ പ്രിസർവേറ്റീവ്സ് ആന്റി മൈക്രോബിയൽ എഫക്ട് ഉള്ളതാണ്. അത് മൈക്രോഓർഗാനിസം ആയിട്ട് റിയാക്ട് ചെയ്യും. ഫെർമെന്റേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഗ്രോത്ത് ഓഫ് മൈക്രോ ഓർഗാനിസം ആണ് ചോദിച്ചത്. ഇവിടെ ഗ്രോത്ത് ഓഫ് പാത്തോജനിക് മൈക്രോ ഓർഗാനിസം ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെ ഓപ്ഷൻസ് വരും? ഓൾ വരും. എന്തുകൊണ്ടാ? അതായത് നമ്മുടെ ഫെർമെന്റേഷനിൽ യൂസ് ചെയ്യുന്ന ഓർഗാനിസം ലാക്ടിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, ഈ ലാക്ടിക് ആസിഡ് പാത്തോജൻസിന്റെ ഗ്രോത്തിനെ പ്രിവെന്റ് ചെയ്യും. ഓക്കെ, വേണമെങ്കിൽ അങ്ങനെയും ചോദിക്കാം. ഞാനാണ് ആ ക്വസ്റ്റ്യൻ എടുത്തെങ്കിൽ ഞാൻ വേണമെങ്കിൽ അങ്ങനെ മോഡിഫൈ ചെയ്ത് ചോദിക്കാം. അപ്പൊ പെട്ടെന്ന് ഒരു ക്വസ്റ്റ്യൻസ് കണ്ടു കഴിഞ്ഞാൽ നമുക്കത് ആൻസർ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് സ്റ്റേറ്റ്മെന്റ് വായിച്ചു നോക്കിയിട്ട് തന്നെ ചെയ്യാം. ഓക്കെ, അതായത് ഫെർമെന്റേഷൻ സമയത്ത് ഈ ലാക്ടിക് ആസിഡ് ബാക്ടീരിയക്ക് ബാക്കിയുള്ള പാത്തോജൻസിനെ ഇൻഹിബിറ്റ് ചെയ്യാനുള്ള പ്രോപ്പർട്ടീസ് ഉണ്ട്. അതുകൊണ്ടാണ് സം ഓഫ് ദ ലാക്ടിക് ആസിഡ് ബാക്ടീരിയ പ്രോബയോട്ടിക് ഓർഗാനിസം എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പെസ്റ്റിസൈഡ് റെസിഡ്യൂ ക്യാൻ കോസ് ഹെൽത്ത് ഹസാർഡ് ലൈക്ക് എന്നൊക്കെ ഡിലേ, ന്യൂറോടോക്സിറ്റി, സ്കിൻ റാഷസ് ആൻഡ് ഇറിറ്റേഷൻ, flatulence and neurolanthydism. Pesticide residue can cause health hazard like. ഇതിൽ ഏതൊക്കെയാണ് ആൻസേഴ്സ് വരിക? ഓപ്ഷൻ 1 and 2 ആണ്. ഡിലേ ന്യൂറോടോക്സിറ്റി, അതുപോലെ തന്നെ സ്കിൻ റാഷസ് ആൻഡ് ഇറിറ്റേഷൻസ് ഉണ്ടാവും. ഓക്കെ, അല്ലാതെ ഫ്ലാറ്റുലൻസ് ഒരിക്കലും വരില്ല. ഫ്ലാറ്റുലൻസ് എപ്പോഴാ വരിക? അതായത് നമ്മളെ ഈ പൾസസ് കൺസ്യൂം ചെയ്യുമ്പോൾ അവിടെ ഒലിഗോസാക്രൈഡ്സ് ഉണ്ട്. ഒലിഗോസാക്രൈഡ്സ് ആണ് മെയിൻ ആയിട്ട് ഫ്ലാറ്റുലൻസിന് റീസൺ. അതുപോലെ തന്നെ ഹൈ ഫൈബർ അല്ലെങ്കിൽ ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിച്ചു കഴിഞ്ഞാലും ഫ്ലാറ്റുലൻസ് ഉണ്ടാവും. അതുപോലെ തന്നെ ന്യൂറോലാൻതൈറിസം ലാൻതൈറോജൻസ് കൊണ്ടുണ്ടാകുന്നതാണ്. ലാൻതൈറോജൻസ് അല്ലെങ്കിൽ ലാൻതൈറസ് സറ്റൈവസ് എന്നുള്ള ഒരു സ്പീഷീസ് ഉണ്ട്. ഓക്കെ, ആ ഒരു കേസരി ദാൽ എന്ന് പറയാം ലാൻതൈറസ് സറ്റൈവസ് എന്നുള്ളത്. ന്യൂറോ ലാൻതൈറസ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ കേസരി ദാൽസിലുള്ള ഒരു ആൽക്കലോയിഡ്സ് ഉണ്ട്. ഓക്കെ, ആൽക്കലോയിഡ്സ്. ആ ആൽക്കലോയിഡ്സ് ഈ നമ്മുടെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന അതുപോലെ തന്നെ വേറെ ഒരുപാട്
ഹെൽത്ത് എഫക്ട് അത് കൊടുക്കുന്നുണ്ട്. അതിന് കാരണമായിട്ടുള്ള ഒരു ഈ ഒരു ആൽക്കലോയിഡ്സ് ഉണ്ട്. ആൽക്കലോയിഡ് പ്രസന്റ് ആയിട്ടുള്ളത് ലാൻതൈറസ് സറ്റൈവസ് എന്നുള്ള ഒരു പ്ലാന്റിലാണ് ഉള്ളത്. അത് ഈ ആൽക്കലോയിഡിന്റെ പേരാണ് ലാൻതൈറോജൻസ്. ആ ലാൻതൈറസ് സറ്റൈവസിന്റെ കോമൺ നെയിം എന്ന് വെച്ചാൽ കേസരി ദാലാണ്. ഇപ്പൊ ക്ലിയർ അല്ലേ? ഓക്കെ. സോ നെക്സ്റ്റ് വൺ, ക്രയോവാക് ബാഗ്സ് ആർ മെയ്ഡ് ഓഫ്. ക്രയോവാക് ബാഗ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? പാക്കേജിങ്ങിന്റെ ക്വസ്റ്റ്യൻ ആണ്. ക്രയോവാക്സ് ബാഗ് ആർ മെയ്ഡ് അപ്പ് ഓഫ് വാട്ട്? എന്താണ്? 1, 2, 3. ഓക്കെ, ആൻസർ 1, 2, 3 ആണ് അതിന്റെ ആൻസർ. അതിൽ ഫസ്റ്റ് വരുന്നത് ഈഥൈൽ വീനൈൽ അസറ്റേറ്റ്, അതുപോലെ തന്നെ പോളിവീനൈൽ ക്ലോറൈഡ്, അതുപോലെ തന്നെ ഈഥൈൽ അസറ്റേറ്റ്. ഇവിടെ ലാസ്റ്റത്തെ ആൻസർ നിങ്ങൾക്ക് പെട്ടെന്ന് എലിമിനേറ്റ് ചെയ്യണം. എന്തുകൊണ്ടാണ്? ഇത് പോളിസാക്രൈഡ്സ് ആണ്. ക്രയോവാക്സ് ബാഗ് ഒരിക്കലും പോളിസാക്രൈഡ് കൊണ്ട് ഉണ്ടാക്കില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈസിലി ആ ഓപ്ഷൻ നോക്കിയിട്ട് നമുക്ക് അത് ആൻസർ ചെയ്യാൻ പറ്റും. ഇതിൽ 4 ഓപ്ഷൻ വരുന്ന എല്ലാം ഒഴിവാക്കുക. ഓക്കെ, അപ്പൊ തന്നെ ഈ 2 ഓപ്ഷൻ പോയി. ബാക്കിയുള്ളത് എന്താ? ഇത് രണ്ടുമാണ്. അപ്പോ പിന്നെ എത്തിലിൻ വീനൈൽ അസറ്റേറ്റ്, EVAയും വരുന്നുണ്ടെങ്കിൽ എന്തായാലും ഈഥൈൽ അസറ്റേറ്റും വരും. ഓക്കെ, അപ്പൊ രണ്ടും ഓൾമോസ്റ്റ് സിമിലർ പ്രോപ്പർട്ടിയാണ്. അതിന്റെ വീനൈൽ പോളിമർ ആണ്, ഇത് ഡയറക്റ്റ് പോളിമർ ആണ്. ഓക്കെ, നെക്സ്റ്റ്, ഐഡന്റിഫൈ ദ ലാക്വേഴ്സ് യൂസ്ഡ് ഫോർ ഫുഡ് കാൻസ്. ഫുഡ് കാൻസിന് യൂസ് ചെയ്യുന്ന ലാക്വേഴ്സ് ഏതൊക്കെയാണ്? ഈ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ ശരിക്കും നോക്കുക. കാരണം അതിന്റെ ഒരു റേഞ്ച് അത്യാവശ്യം നല്ല രീതിയിലാണ് CFSO ഒക്കെ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഐഡന്റിഫൈ ദ ലാക്വേഴ്സ് യൂസ്ഡ് ഫോർ ഫുഡ് കാൻസ്. ഫുഡ് കാൻസിന് യൂസ് ചെയ്യുന്ന ലാക്വേഴ്സ് ഏതൊക്കെയാണ്? സിമ്പിൾ ക്വസ്റ്റ്യൻ ഇതാ. 1 and 2. ഓപ്ഷൻ 1 and 2 ആണ്. ഒലിയോ റെസിൻസും അതുപോലെ തന്നെ ഫീനോളിക് റെസിൻസും. റെസിൻസ് ആണ് സാധാരണയായിട്ട് നമ്മൾ എന്തിനു യൂസ് ചെയ്യുക? ലാക്വേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ്, which physical treatment of the surface of the fruit and vegetables improve osmotic dehydration? Which physical treatment of surface of the fruit and vegetables improve? ഈ നമ്മുടെ 1, 2. ഓക്കെ, 1, 2. ഓക്കെ, ഓപ്ഷൻ 1 and 2 ആണ് കറക്റ്റ് ആൻസേഴ്സ്. എന്തുകൊണ്ടാ? പഞ്ചർ ഉണ്ടാക്കുമ്പോൾ എന്താണ്? റേറ്റ് ഓഫ് അവിടെ സർഫസ് ഏരിയ കൂടും. ഓക്കെ, സർഫസ് ഏരിയ ഇൻക്രീസ് ആവും. അപ്പൊ പിന്നെ എന്ത് സംഭവിക്കും? സർഫസ് ഏരിയ കൂടുമ്പോൾ യൂഷ്വലി എന്ത് സംഭവിക്കുക? റേറ്റ് ഓഫ് ഇവാപറേഷൻ കൂടും. ഓക്കെ, ആൻഡ് ഡ്രൈയിങ് റേറ്റും കൂടും. ഓക്കെ, നിങ്ങൾക്ക് ഈ സിമ്പിൾ ക്വസ്റ്റ്യൻ ഇടാത്തത് കാരണം എന്താ വെച്ചാൽ സിമ്പിൾ ക്വസ്റ്റ്യൻ എല്ലാവർക്കും ആൻസർ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് വെറൈറ്റി ആയിട്ടുള്ള അതിൽ നിന്ന് തന്നെ ക്വസ്റ്റ്യൻ എടുത്തത്. ഓക്കെ, സെക്കൻഡ്, അബ്രേഷനും എന്ന് വെച്ചാൽ സർഫസിലെ അബ്രാസീവ് മെറ്റീരിയൽസുമായിട്ട് സ്ക്രാച്ചസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു റഫ് സർഫസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ആ റഫ് സർഫസ് ഒരുപാട് പോർസ് ക്രിയേറ്റ് ചെയ്യുന്ന ചാൻസസ് ഉണ്ടാക്കും. പോർസ്. ഓക്കെ, അതിലൂടെ മോയ്സ്ചർ ഇവാപറേറ്റ് ആവും. അതുകൊണ്ട് തന്നെ റേറ്റ് ഓഫ് ഡ്രൈയിങ് കൂടും. ഓക്കെ, ഇത്രയാണ് അതിലുള്ളത്. നെക്സ്റ്റ്, അഫ്ലാടോക്സിൻസ് ആർ പ്രസന്റ് ഇൻ ഫുഡ് കമ്മോഡിറ്റീസ് ലൈക്ക്. ഇതിൽ ഫുഡ് കമ്മോഡിറ്റീസിൽ പ്രസന്റ് ആയിട്ടുള്ള അഫ്ലാടോക്സിൻസ് ഏതൊക്കെയാണ്? ഫുഡിൽ പ്രസന്റ് ആയിട്ടുള്ള അഫ്ലാടോക്സിൻസ് ഇതിൽ ഏതിലൊക്കെയാണ് അഫ്ലാടോക്സിൻ ഉണ്ടാവുക? വീറ്റിലുണ്ടാവും, മെയ്സിലുണ്ടാവും, റൈസിലുണ്ടാവും, എല്ലാത്തിലും ഉണ്ടാവും. എന്താ വെച്ചാൽ അഫ്ലാടോക്സിൻ ഒരു ഓപ്ഷൻസ് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി എന്ത് ചെയ്യേണ്ടത്? അത് മോൾഡ് ആണ് അല്ലെ. അപ്പൊ മോൾഡ് എവിടെ വളരുക? ഡ്രൈ ആയിട്ടുള്ള ഏരിയയിലാണ് മോൾഡ് വളരുക. അപ്പം ഇതെല്ലാം ഡ്രൈ ആയിട്ടുള്ള ഫുഡ് പ്രൊഡക്റ്റ് അല്ലേ. അപ്പം ഗ്രൗണ്ട് നട്ട്സിൽ ഓൾറെഡി ഉണ്ട് അഫ്ലാടോക്സിൻ B1 ഉണ്ട്. വീറ്റിൽ അഫ്ലാടോക്സിൻ B1 and B2 പ്രസന്റ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ മെയ്സിൽ അഫ്ലാടോക്സിൻ ഏതാ ഉള്ളത്? മെയ്സിലും റൈസിലുള്ള അഫ്ലാടോക്സിൻ ഏതാ? അഫ്ലാടോക്സിന്റെ കാറ്റഗറീസ് ഏതൊക്കെയാണ്? നിങ്ങൾ മൈക്രോയിൽ പഠിച്ചിട്ടുള്ളത് അഫ്ലാടോക്സിൻ സാധാരണയായിട്ട് പിന്നെ ഒരുപാട് തരത്തിലുണ്ട്. അന്ന് ഗ്രൗണ്ട് നട്ട്സിൽ അല്ലെങ്കിൽ അണ്ടർഗ്രൗണ്ട് പ്ലാന്റ്സ് സാധാരണയായിട്ട് B1 ഉണ്ടാവും, അതുപോലെ തന്നെ G1 ഉണ്ടാവും. ഓക്കെ, മെയ്സ് ഇതിലൊക്കെ ഉള്ളത് അഫ്ലാടോക്സിൻ B ആണ്. B1, B2 ആണ്. മിൽക്കിലുള്ള അഫ്ലാടോക്സിൻ M1 ആണ്. ഓക്കെ, ഈ അഫ്ലാടോക്സിൻ M1 എന്ന് വെച്ച് കഴിഞ്ഞാല് സാധാരണയായിട്ട് പിന്നെ അഫ്ലാടോക്സിൻ B1-ന്റെയും അതുപോലെ തന്നെ അഫ്ലാടോക്സിൻ ബിയില് B1 ഉം B2 ഉം വരും. അതുപോലെ തന്നെ അഫ്ലാടോക്സിൻ G1 ഉം G2.
ഇത് രണ്ടും ഫീഡിലൂടെ കൺസ്യൂം ചെയ്യുമ്പോൾ ആ ഫീഡ് കൺസ്യൂം ചെയ്തിട്ട് ആനിമൽസിലേക്ക് എന്തായിട്ട് കൺവേർട്ട് ചെയ്യും, M1 ആയിട്ട് അത് കൺവേർട്ട് ചെയ്യും, മിൽക്കിലുള്ള അഫ്ലോടോക്സിൻ. അതിൽ ചെറിയ സ്ലൈറ്റ് മോഡിഫിക്കേഷൻസ് ഉണ്ടാവും. ഓക്കെ, അതാണ് ഈ അഫ്ലോടോക്സിൻ. അപ്പൊ അത് ആനിമൽസിൽ വലിയ പ്രശ്നം ഉണ്ടാക്കില്ല, പക്ഷെ ഹ്യൂമൻസിൽ അത് വലിയ ഒരു പിന്നെ ഇഷ്യൂസ് ഉണ്ടാക്കും. ഓക്കെ, ന്യൂറോടോക്സിൻ ആണ്, അതുകൊണ്ട് തന്നെ കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവും. ഓക്കെ, അതാണ് അഫ്ലോടോക്സിൻ. അപ്പൊ ഏതൊക്കെയുള്ളത്? B1, B2, അതുപോലെ തന്നെ G1, G2, അതുപോലെ തന്നെ പിന്നെ M1, M2. ഓക്കെ, ഈ നമ്മളെ ഏതാ ഏറ്റവും ടോക്സിക് ആയിട്ട് ഉള്ളത്? അഫ്ലാടോക്സിൻ B2 ആണ് മോസ്റ്റ് ടോക്സിക്, മോസ്റ്റ് പൊട്ടന്റ് ആയിട്ടുള്ള അഫ്ലാടോക്സിൻ. ഓക്കെ, ഞാൻ അതിന്റെ PPT ടോക്സിൻ മൈസിലും റൈസിലും ഏതാ സർ? എന്താ? മെയ്സിലും റൈസിലൊക്കെ B1 ഉം B2 B2 പ്രസന്റ്. എല്ലാത്തിലും ഉണ്ട് അഫ്ലാടോക്സിൻ, അതായത് ഡ്രൈ എല്ലാത്തിലും ഉണ്ടാവും. ആൻസർ ഓൾ ഓഫ് ദ ഓപ്ഷൻ ആണ്. ഓക്കെ, അത് നിങ്ങൾക്ക് അഫ്ലാടോക്സിന്റെ PPT ഞാൻ അയച്ചുതരാം, അത് ഞാനൊന്ന് നോട്ട് ചെയ്ത് നോക്കട്ടെ. വിട്ടു, ടോക്സിൻസിന്റെ PPT ഞാൻ തരാട്ടോ. ഓക്കെ, ടോക്സിൻസ്, മൈക്രോബിയൽ ടോക്സിൻസ്. ഓക്കെ, അതിൽ ഒരുപാടുണ്ട്, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ്, ഫോർ വിച്ച് ഓഫ് ദ ഫോളോയിങ് റീസൺസ് ദ ബേബി ഫുഡ് പാക്ഡ് ഇൻ ഗ്ലാസ് കണ്ടെയ്നർ? എന്തുകൊണ്ടാ? നമ്മൾ പാക്കേജിങ് ലാബിലിംഗ് റെഗുലേഷനിൽ ജസ്റ്റ് അതൊന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതിന്റെ ആൻസർ കിട്ടിയിട്ടുണ്ടാവും. പാക്കേജിങ് ആൻഡ് ലാബിലിംഗ് എന്തുകൊണ്ടാണ്? നമുക്ക് ബേബി ഫുഡിന്റെ ഉള്ളിൽ കാണണോ, അല്ലെങ്കിൽ ബേബി ഒറ്റ ടൈമിൽ കൺസ്യൂം ചെയ്യോ, ആബ്സെൻസ് കൊറോഷൻ ഉണ്ടാവോ, അതിൽ കളർഫുൾ ഗ്ലാസ് കണ്ടെയ്നർ ആണോ വേണ്ടത്? എന്തിനാ? ഓപ്ഷൻ 1 and 2 1, 2, 3 ആണ് കറക്റ്റ് ആൻസർ. കാരണം കളർഫുൾനെസ് ഓഫ് ഗ്ലാസ് കണ്ടെയ്നർ അത് ഒരിക്കലും ഒരു പ്രയോറിറ്റി അല്ല. ഓക്കെ, അത് ബേബിക്ക് മാത്രമേ പ്രയോറിറ്റി ഉള്ളൂ, കൊടുക്കുന്നവർക്ക് അത് പ്രയോറിറ്റി അല്ല. ബാക്കിയെല്ലാം പിന്നെ പ്രൊഡക്റ്റ് വിസിബിലിറ്റി അത് നിർബന്ധമാണ്, കാരണം അത് കണ്ടാമിനേറ്റഡ് ആണോ സ്പോയിലേജ് ആണോ അറിയാൻ വേണ്ടി. അതിന്റെ ഈസ്തെറ്റിക് വാല്യൂ ഇമ്പോർട്ടന്റ്, ഈസ്തെറ്റിക്. ഓക്കെ, പിന്നെ റീക്ലോസബിലിറ്റി, അതിൽ ഫർദർ കണ്ടാമിനേഷൻ വരാതിരിക്കാൻ. പിന്നെ ആബ്സെൻസ് ഓഫ് കൊറോഷൻ ഉണ്ടാവാൻ പാടില്ല, അത് വളരെ ഹാർംഫുൾ ആണ് ഇൻഫാൻസിന്. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് ഈ 3 ഓപ്ഷൻസിന് ഇത്ര ഇമ്പോർട്ടൻസ്. കളർഫുൾ ഗ്ലാസ് കണ്ടെയ്നർ ഒരിക്കലും ഇമ്പോർട്ടന്റ് അല്ല. ഓക്കെ, സോ നെക്സ്റ്റ് വൺ, പൊട്ടൻഷ്യൽ ആപ്ലിക്കേഷൻ ഓഫ് ഇലക്ട്രോ ഡയാലിസിസ് ആണ്. ഇലക്ട്രോ ഡയാലിസിന്റെ പൊട്ടൻഷ്യൽ ആപ്ലിക്കേഷൻ എന്താണ്? ഡയാലിസിസ് അറിയാം, അതിന്റെ പ്രിൻസിപ്പിൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും എന്ന് ഉദ്ദേശിക്കുന്നു. ഇങ്ങനെയൊക്കെ ചിലപ്പോൾ ക്വസ്റ്റ്യൻ വരാം കേട്ടോ, കാരണം വി കാണ്ട് എക്സ്പെക്ട് സ്പെസിഫിക്കലി ഒന്നൊന്നും ചോദിക്കാൻ പാടുള്ളൂ. ഇലക്ട്രോ ഡയാലിസിസ് എന്ത് പ്യൂരിഫിക്കേഷൻ ആയിട്ടുള്ള മെത്തേഡാണ്. ഇലക്ട്രോ ഡയാലിസിസ് ഇലക്ട്രോൺസ് അതിൽ എന്തിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്? അയോൺസ് ആണോ, വാട്ടറിന്റെ പ്യൂരിഫിക്കേഷൻ മാത്രമാണോ, അല്ല കോൺസെൻട്രേഷൻ ഓഫ് വാട്ടർ ആണോ, ഫ്രീസിങ് ആണോ, എന്താ? 1, 2, 3. ഓക്കെ, 1, 2, 3 and 3. 1, 2 and 3 മൂന്നും കറക്റ്റ് ആണ്. ഒന്ന് ഡീസലൈനേഷൻ ഓഫ് വാട്ടർ, സലൈൻ അയൺസ് വെച്ചിട്ട് അയൺസ് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അയോൺസ് മാത്രമല്ല, അപ്പൊ ഈ അയോൺസ് സെപ്പറേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കും? പ്യൂരിഫിക്കേഷൻ, വാട്ടർ പ്യൂരിഫിക്കേഷൻ നടക്കും. പിന്നെ TDS ഓഫ് വാട്ടർ, അതൊന്നും ഞാൻ TDS ഓഫ് വാട്ടർ BIS പ്രകാരം TDS അല്ലെങ്കിൽ അയോണിക് കോൺസെൻട്രേഷൻ 500 ആണ്. അതുപോലെ തന്നെ WHO സ്റ്റാൻഡേർഡ് പ്രകാരം 300 ആണ് കേട്ടോ TDS. ഓക്കെ, TDS വാല്യൂ. TDS എന്താണ്? TDS ടോട്ടൽ ഡിസോൾവ്ഡ് സോൾട്ട് ടോട്ടൽ ഡിസോൾവ്ഡ് സോളിഡ്, അതായത് മിനറൽ കണ്ടന്റിന്റെ ഐഡന്റിഫിക്കേഷൻ ആണ് TDS. മിനറൽ കണ്ടന്റിന്റെ റെപ്രസെന്റേഷൻ ആണ് TDS. ടോട്ടൽ ഡിസോൾവ്ഡ് സോളിഡ്സ് ആണ് TDSന്റെ ഫുൾ ഫോം. ഓക്കെ, അപ്പോ പിന്നെ ഇതിൽ മിനറൽ കണ്ടന്റിന്റെ പിന്നെ എന്താണ് മിനറൽ കണ്ടന്റിന്റെ റെപ്രസെന്റേഷൻ ആണ് TDS, ടോട്ടൽ ഡിസോൾവ്ഡ് സോളിഡ്സ്. അതുകൊണ്ട് ഈ റിവേഴ്സ് ഓസ്മോസിസ് RO ഫിൽറ്ററിൽ വരുന്ന വാട്ടറിന്റെ TDS ചിലപ്പോൾ 3, 4 ഒക്കെ ആവാറുണ്ട്. അതായത് ബ്ലാൻഡ് ടേസ്റ്റ് ആയിരിക്കും, ബ്ലാൻഡ് ടേസ്റ്റ്. ഓക്കെ, ബ്ലാൻഡ് ടേസ്റ്റ് വാട്ടറിന്റെ റീസൺ വെച്ചാൽ TDS വളരെ കുറയുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ എനിക്ക് പറയാനുള്ളത്, നമ്മൾ BIS സ്റ്റാൻഡേർഡ് പ്രകാരം വാട്ടറിന്റെ പാരാമീറ്റേഴ്സ്,
അല്ല BIS സ്റ്റാൻഡേർഡ് പ്രകാരം വാട്ടറിന്റെ പാരാമീറ്റേഴ്സ് ഞാൻ എല്ലാം അയച്ചത് നിങ്ങൾ പഠിച്ചു വെക്കുക. അതിന്റെ ഞാൻ നോട്ട് ചെയ്ത് നോക്കട്ടെ. BIS സ്റ്റാൻഡേർഡ് ഓഫ് വാട്ടർ ഞാൻ തരാട്ടോ എന്തായാലും. നിങ്ങൾക്ക് വേണ്ടേ? അല്ല ഉണ്ടോ? ഹലോ, ഇല്ല സർ. ഓക്കെ, അയച്ചുതരാം. അത് ഞാൻ തരാം. ആ സ്റ്റാൻഡേർഡ്സ് ഒന്ന് എന്തായാലും പഠിക്കുക, കാരണം അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. BIS സ്റ്റാൻഡേർഡ് ഓഫ് വാട്ടർ. ഓക്കെ, അപ്പൊ അതെന്തായാലും പഠിക്കുക. അപ്പോ അതിന് എന്തെങ്കിലും ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. BIS സ്റ്റാൻഡേർഡ് റിലേറ്റഡ് ആയിട്ടുള്ള വാട്ടറിന്റെ റീസെന്റ് അത് മാൻഡേറ്ററി ആക്കിയിട്ടുണ്ട്. അപ്പൊ അത് ഏത് വർഷമാണ് മാൻഡേറ്ററി ആക്കിയത്, അതിൽ സ്പെസിഫിക്കേഷൻ ഓഫ് വാട്ടർ ഏതൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ എന്തായാലും പഠിക്കുക. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് ഞാൻ ഇതിന്റെ കൂടെ ഒന്ന് പറഞ്ഞെന്നുള്ളൂ. എന്തെങ്കിലും മനസ്സിലാകുന്ന റിവൈൻഡ് ചെയ്യാം. ഓക്കെ, സോ വിച്ച് ഓഫ് ദ ഫോളോയിങ് അഡിറ്റീവ്സ് ആർ യൂസ്ഡ് ഇൻ മാനുഫാക്ചറിങ് ഓഫ് ചീസ്? ചീസിന്റെ മാനുഫാക്ചറിങ് യൂസ് ചെയ്യുന്ന അഡിറ്റീവ്സ് ഏതാണ്? ഫുഡ് അഡിറ്റീവ്സ് ഉള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ചീസിന്റെ മാനുഫാക്ചറിങ് യൂസ് ചെയ്യുന്ന ഫുഡ് അഡിറ്റീവ്സ് ഏതാണ്? ചീസിൽ എന്താണ് ആന്റി മൈക്രോബിയൽ ഏജന്റില്? ഏത് ആന്റി മൈക്രോബിയൽ ഏജന്റാ വേണ്ടത് ചീസില്? അതായത് പിന്നെ ആന്റി ഫംഗൽ ഏജന്റ് ആണ്. ഓക്കെ, ആന്റി ഫംഗൽ ഏജന്റില് ഇപ്പൊ ഇതില് മെയിൻ ആയിട്ട് ഫസ്റ്റ് പ്രൊപ്യൂണേറ്റ് ബ്രെഡിൽ യൂസ് ചെയ്യും, അതുപോലെ തന്നെ ചീസിൽ യൂസ് ചെയ്യും. ഓക്കെ, പ്രൊപ്യൂണേറ്റ് ചില ചീസിൽ പ്രൊപ്യൂണേറ്റ് നാച്ചുറലി പ്രസന്റ് ആണ്, അത് പ്രൊപ്യൂണിക് ആസിഡ് ആയിട്ട്. പ്രൊപ്യൂണിക് ആസിഡ് ഫോമിൽ പ്രൊപ്യൂണിക് ആസിഡ് ആണ് ഉള്ളത്. പ്രൊപ്യൂണിക് ബാക്ടീരിയം ഷെർമാനിയാണ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പ്രൊപ്യൂണിക് ബാക്ടീരിയം ഷെർമാനി ആൻഡ് പ്രൊപ്യൂണിക് ബാക്ടീരിയം ഫ്ലൂഡൻഷി നിങ്ങൾ മിൽക്കിൽ പഠിച്ചിട്ടുണ്ടാവും. പ്രൊപ്യൂണിക് ബാക്ടീരിയ ആന്റി ഫംഗൽ ഏജന്റ് ആണ്. ഓക്കെ, ആന്റി ഫംഗൽ. നെക്സ്റ്റ് വരുന്നത് കാൽസ്യം ക്ലോറൈഡ് ആണ്. കാൽസ്യം ക്ലോറൈഡ് എന്ന് വെച്ചാൽ പിന്നെന്താ CaCl2. ഓക്കെ, ഈ കാൽസ്യം ക്ലോറൈഡ് ഈ ചീസിലത്തെ വാട്ടർ ബൈൻഡിങ് കപ്പാസിറ്റി, അതായത് വാട്ടർ ആക്ടിവിറ്റി കുറക്കും, AW റെഡ്യൂസ് ചെയ്യും, അതുപോലെ തന്നെ ഫംഗൽ ഗ്രോത്തിന്റെ പ്രിവെന്റ് ചെയ്യും. ഓക്കെ, സോഡിയം സിട്രേറ്റ് അതിൽ ആഡ് ചെയ്യില്ല, കാരണം സിട്രിക് ആസിഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ചീസ് ഫർദർ കൊയാഗുലേറ്റ് ആവും, സിട്രേറ്റ് ഉണ്ടായതുകൊണ്ട്. ഓക്കെ, അതുപോലെ തന്നെ KMSന്റെ ആവശ്യം ഇവിടെ ഇല്ല, കാരണം ഇവിടെ ഈ ഒരു കണ്ടീഷനിൽ ചീസിന്റെ മോയ്സ്ചർ കണ്ടന്റ് കമ്പാരിറ്റീവ്ലി കുറവായതുകൊണ്ട് ഇവിടെ ബാക്ടീരിയ വളരില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ പൊട്ടാസ്യം മെറ്റാബോലൈറ്റ് സൾഫേറ്റിൽ KMS നമ്മൾ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഇതിൽ യൂസ് ചെയ്യുന്നത് കാൽസ്യം പ്രൊപ്യൂണിക് ആസിഡും അതുപോലെ തന്നെ കാൽസ്യം ക്ലോറൈഡും ആണ്. അതാണ് ആൻസറിന്റെ ജസ്റ്റിഫിക്കേഷൻ പറഞ്ഞതുള്ളൂ. ഓക്കെ, നെക്സ്റ്റ്, ഡിസീസ് കോസ്ഡ് ബൈ കൺസംഷൻ ഓഫ് സെർട്ടൻ പ്രോട്ടീൻ ഫ്രം ലെഗ്യൂമിനസ് ആൻഡ് യൂഫോർബേസി. ഇതിന് രണ്ടും കൺസ്യൂം ചെയ്യുമ്പോൾ ഉണ്ടാവുന്നത് ഇത് ആന്റി ന്യൂട്രീഷണൽ ഫാക്ടേഴ്സ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്, ANF. അതായത് ഈ രണ്ട് ഫാമിലിയിലുള്ള പ്ലാന്റ്സ് കൺസ്യൂം ചെയ്യുമ്പോൾ പിന്നെ ഈ ക്ലംപിംഗ് ഓഫ് റെഡ് ബ്ലഡ് സെൽസ് ഉണ്ടാവും. അതിന് കാരണമായിട്ടുള്ള പിന്നെ കോമ്പോണന്റ് ഏതാണ്? 1, 2 and 3. 1, 2 മാത്രമേ ഉള്ളൂ, 3 വരില്ല കേട്ടോ. അഗ്ലൂട്ടിനേഷൻ വരില്ല, ഹീം അഗ്ലൂട്ടിനേഷൻ മാത്രമേ വരുള്ളൂ കേട്ടോ. ഹീം അഗ്ലൂട്ടിനേഷൻ ഇല്ല, അതുപോലെ തന്നെ ഹീമോലൈസിസ് ഉണ്ടാവില്ല. ഹീമോലൈസിസ് എന്ന് വെച്ചാൽ ബാക്ടീരിയ, ഹീമോലൈറ്റിക് ആയിട്ടുള്ള ബാക്ടീരിയക്ക് എക്സാമ്പിൾ ഏതാ? S തടങ്ങുന്നതാണ്, ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, ഫൈറ്റോ ഹീമഗ്ലൂട്ടിനിൻ അതുപോലെ തന്നെ ഹീമഗ്ലൂട്ടിനിൻ, ഇത് രണ്ടുമാണ് ഇതുകൊണ്ടുണ്ടാവുന്ന പിന്നെ ഓപ്ഷൻ നോക്കുക. റെഡ് ബ്ലഡ് സെൽസ് കോസിങ് ക്ലംപിംഗ് ഓഫ് റെഡ് ബ്ലഡ് സെൽസ്. അഗ്ലൂട്ടിനേഷൻ വെച്ചാൽ റെഡ് ബ്ലഡ് സെൽസിന്റെ ക്ലംപിംഗ് അല്ല. റെഡ് ബ്ലഡ് സെൽസിന്റെ ക്ലംപിംഗ് എന്ന് വെച്ചാൽ ഹീമഗ്ലൂട്ടിനിൻ, അതുപോലെ തന്നെ ഹീം നമ്മുടെ ഹീമോഗ്ലോബിനിലെ ഹീം ഉണ്ടല്ലോ, അതിന് പിന്നെ കൊയാഗുലേഷൻ സംഭവിക്കും. ഓക്കെ, അതാണ് എന്നിട്ട് അത് ക്ലംബ് ആവും, കൂടിച്ചേരും. അപ്പോൾ നമ്മുടെ ബോഡിയിലേക്കുള്ള ഓക്സിജൻ സപ്ലൈ ഫ്രീക്വന്റ്ലി റെഡ്യൂസ് ആവും. ഓക്കെ, അതാണ് അതിന്റെ ആൻസർ. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ അത്രയും പോരാ ഇന്നത്തേക്ക്. താങ്ക് യു ഓൾ.